ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനിവിടെ ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫിഷ് വറുത്തിട്ടും കറി വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു വ്യത്യസ്ത രീതിയിലാട്ടോ ഈ ഫിഷ് വെക്കുന്നത്. നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ എന്ത് ഫിഷ് വെച്ചാലും മേടിച്ചാലും ഇതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് ഞാനിവിടെ കഷ്ണമീനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഷ്ണമീൻ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനുണ്ട്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് മുളക് പൊടി എന്നിട്ട് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് മുളക് ചേർക്കാം. 2-2.5 സ്പൂണോളം മുളക് പൊടി ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീര് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫിഷിൽ ഇതുപോലെ നമ്മൾ ഫിഷൊക്കെ വറക്കാൻ നമ്മൾ വെക്കുമല്ലോ, അതുപോലെ വെച്ചിട്ട് നമുക്കൊന്നത് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലേക്കാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ ഈ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നത്. എത്ര നേരം എങ്ങനെ വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 തക്കാളി, 2 സവാള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിൻ്റെ അല്ലി, ഒരു 5 പച്ചമുളക് ഞാൻ ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് എടുക്കാം. ഒരു 5 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ കഷ്ണം തന്നെ ഇഞ്ചിയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ സവാള ഉണ്ടല്ലോ, ആ സവാള ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊന്നെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വലിയ ജാറോ ചെറിയ ജാറോ എടുക്കാം. ഞാൻ ഇപ്പോൾ ചെറിയ ജാറിൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത്, വലിയ ഉള്ളി കേട്ടോ. അതും കൂടി ഇട്ട് പിന്നെ തക്കാളി 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വലിയ തക്കാളിയാണ്, നല്ല പുളി ഉണ്ടാവും ഇതിൽ. നമ്മൾ പുളി ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവർക്ക് പുളി ഒഴിക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് പുളി ഒഴിക്കാത്തതുകൊണ്ട് നല്ല 3 വലിയ തക്കാളി തന്നെയാണ് എടുത്തത്. 3 തക്കാളിയാണ് അരിഞ്ഞ് വെച്ചത്. പക്ഷേ ഇനിയും ഞാൻ തക്കാളി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അടിച്ച് വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫിഷൊക്കെ കാണുമ്പോൾ നല്ല കളറും നല്ല എരിവൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി കുറച്ചും കൂടി മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പച്ച സ്മെല്ല് പോകുന്നവരെ ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിഞ്ഞ് പോകരുത്. ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ മിക്സിയിൽ അടിച്ച് വെച്ച ഇതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ സവാളയൊക്കെ പച്ചയായിട്ടാണ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നവരെ ഈ പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇത് വാട്ടിയെടുക്കണം. ഞാൻ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇത് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരുവിധം നന്നായിട്ട് കുറുകുന്ന പോലെ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് പച്ച ഉള്ളീൻ്റെയും തക്കാളീൻ്റെയും ഒക്കെ ആ സ്മെല്ല് പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാലയിലും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഉപ്പ് കൂടുതലാവണ്ട കേട്ടോ. നമ്മൾ ഫിഷിൽ ഉപ്പ് ഇടുന്നുണ്ട്. അപ്പം എന്തായാലും ഫിഷിൽ ഉപ്പിട്ടാലും ഉപ്പ് കുറവായിരിക്കും. എന്നിട്ട് ഇതൊന്ന് പാനിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ പരത്തി വയ്ക്കാം. ഫിഷിനനുസരിച്ച് നിങ്ങൾ വലിയ പാത്രമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പാത്രം തന്നെയാണ് എടുത്തത്. ഇനി ഞാൻ കുറച്ച് ടൊമാറ്റോ ഒന്ന് ഇതുപോലെ തക്കാളി ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവാളയും കൂടി അരിഞ്ഞിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 സവാളകൾ എടുത്തിട്ടുണ്ട്. ആ പുളി നല്ല പുളി ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് തക്കാളിയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് പുളി ആവശ്യമുള്ള ഒരു പുളി വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാദാ മറ്റേ പുളി ഉണ്ടല്ലോ, എന്താണ് ആ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് കുടംപുളി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ പുളി ഇടുന്നില്ല, അതിന് പകരം തക്കാളിയാണ് ഇടുന്നത്. എന്നിട്ട് ഈ ഫിഷിൻ്റെ കഷ്ണമൊക്കെ ഞാൻ ഒരു അരമണിക്കൂറോളം ഞാൻ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളകിൻ്റെ വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫിഷ് വേവാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സവാള
തക്കാളി ഇതൊക്കെയാണ് അടിച്ചെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വെള്ളം നന്നായിട്ട് വരും. ഫിഷ് വേവാനുള്ള വെള്ളം മാക്സിമം ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഒരു അര ഗ്ലാസ് ഒന്നും ഒഴിക്കേണ്ട, അത്രയും വളരെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഫിഷ് വേവുന്നതിനനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, വെള്ളം കൂടുതലാവരുത്. ഇത് നമ്മൾ അടിച്ച് കൊടുത്ത മസാലയൊക്കെ ഈ ഫിഷിൽ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഒരുപാട് വെള്ളം ഫിഷിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ കുറേ വെന്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഫിഷ്, ഇങ്ങനെ നമുക്ക് ആ ഫിഷിൻ്റെ കഷ്ണമായിട്ട് കിട്ടൂല, പൊടിഞ്ഞു പോവും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ എൻ്റെ ഫിഷൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക, ഒരുവിധം താഴെ ആയി കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി. കാരണം നമുക്കിത് മാക്സിമം മറച്ചിട്ട് കൊടുക്കാൻ കഴിയില്ല, കാരണം ഫിഷ് നന്നായി വെന്തിട്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം മാത്രം അത് മറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഗ്രേവി മുഴുവൻ ഈ ഫിഷിൽ നന്നായിട്ടൊന്ന് വറ്റി വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. അതിലിടയ്ക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് എണ്ണയൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഫിഷിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നതും നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒരുവിധം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടോ, കുറച്ചും കൂടി നമ്മൾ തിളയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് അടച്ച് വെക്കണമെന്നില്ല, തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കഴിയുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കുക കേട്ടോ. മറ്റ് പാത്രത്തിലാകുമ്പോൾ അടിയിൽ നന്നായിട്ട് ഫിഷ് ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പോവില്ല. അപ്പം ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഫിഷ് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ താഴേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വെച്ചിട്ട് മുകളിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വറ്റി വരണം. അതാണ് നമ്മളെ കണക്ക്. അടിപൊളിയാവും കേട്ടോ, നല്ല ടേസ്റ്റ്, എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പിന്നെ കുറച്ചും കൂടി ഞാൻ മല്ലിയില മുകളിലേക്ക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടി കുറച്ചും കൂടി ഒഴിച്ച്, ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നന്ന കുറവൊന്നുമല്ല ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഇത് വറ്റിക്കാൻ നോക്കുക. വറ്റി കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ലാസ്റ്റും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടും കൂടി ഒന്ന് വറ്റുമ്പോൾ നമ്മൾ ഫിഷ് വറക്കുന്ന ആ എണ്ണയൊന്നും ഇതിൽ ഉപയോഗിക്കേണ്ട കേട്ടോ, വളരെ കുറച്ച്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ മതി. ഇനി എണ്ണ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് തീരെ ഉപയോഗിക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ എണ്ണ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു 2-3 സ്പൂൺ ഇടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വറ്റി, ഇനി ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഫിഷിൽ കുറച്ച് ഗ്രേവി എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു തക്കാളി ഒക്കെ ഒന്ന് അലിഞ്ഞ ആ ഒരു ഇതും ഉള്ളീൻ്റെ ആ ഒരു മസാലയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാവില്ലേ, കുറച്ച് ഒരു ഇതൊക്കെ അതുപോലെയാണ് ഫിഷ് ഉണ്ടാവുക. കണ്ടോ, ഇതുപോലെ വറുത്ത പോലെ ഉണ്ടാവും, പക്ഷേ വറുത്തതല്ല, അതിലും നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. സാധാ ഫിഷ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക. നമ്മളെന്നും ഒരേ രീതിയിലല്ലാണ്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അത്രയും ടേസ്റ്റാണ്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. ഫിഷ് കറി തീരെ ഇഷ്ടമല്ല മക്കൾക്ക്, അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ അടിപൊളി വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ഞാൻ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയില നല്ല ടേസ്റ്റാണ് കേട്ടോ, മല്ലിയില ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഉള്ളവരൊക്കെ ഇതിട്ട് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.